ബബിൻ ബാബു, ഇതെൻ്റെ മമ്മിയാണ് ലിറ്റി ബാബു. ഞങ്ങളുടെ വീട് തൃശ്ശൂർ പട്ടിക്കാടാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് വളരെ കൊല്ലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണമെന്ന്. ഏകദേശം ഒരു 3 വർഷത്തോളം ഞാനതിൻ്റെ പിന്നാലെ നടന്നിരുന്നു. അങ്ങനെ ഒരു ഏജൻസിയിൽ പോയി ചേർന്നു. അവിടെ അവർ പറയുന്നതനുസരിച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പറഞ്ഞ ഒരു 2 ലക്ഷം രൂപയോളം അവർക്ക് അഡ്വാൻസ് കൊടുത്തു. ആ ഏജൻസിയിൽ നിന്ന് ഏകദേശം 100ഓളം പേര് പുറത്തേക്ക് പോയി, UK പോയി. പിന്നീട് അതിനുശേഷം ഏകദേശം ഒരു 400ഓളം പേര് അവിടെ ഇതുപോലെ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയൊക്കെ അഡ്വാൻസ് കൊടുത്തു. ട്രെയിനിങ്ങിന് ചേർന്നു. 6 മാസമായി, 7 മാസമായി, 8 മാസമായി. ഞങ്ങൾക്ക് ആർക്കും പിന്നെ അവിടെ നിന്ന് പോകാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അവർ പിന്മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വളരെ വിഷമഘട്ടമായ രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2023 ഫെബ്രുവരി മാസത്തിലാണ് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ ഏജൻസിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള മുഴുവൻ ഫണ്ടും, അതായത് 2 ലക്ഷം രൂപയും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. ഇപ്പോഴും അവിടെ ഒരുപാട് പേർക്ക് പൈസ കിട്ടാണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് 1 രൂപ പോലും കുറയാതെ കൊടുത്ത മുഴുവൻ പൈസയും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത്. അതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു ഏജൻസിയിൽ ചേർന്നു. മമ്മി എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ചായിരുന്നു മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം 8 മാസം കഴിഞ്ഞപ്പോൾ, ഉടമ്പടി എടുത്ത് കൃത്യം 8 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് UK പോകാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി. ഞാനിപ്പോൾ അവിടെ UK നോർത്തേൺ അയർലൻഡിൽ കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലീവിന് നാട്ടിലേക്ക് വരണേക്കാട്ട് മുമ്പ് അവിടുത്തെ ലൈസൻസ് എടുക്കണമെന്ന്. അങ്ങനെ അവിടുത്തെ ലൈസൻസിന് വേണ്ടി ഞാൻ മുന്നോട്ട് നീങ്ങി. പഠിച്ചിട്ട് കുറച്ചൊക്കെ പഠിച്ചു. എന്തോ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് തിയറി ടെസ്റ്റ് വളരെ നല്ല മാർക്കോട് കൂടി പാസ്സായി. പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ചെന്നു പ്രാക്ടിക്കൽ ടെസ്റ്റ് തുടങ്ങി. ആദ്യത്തെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ വളരെ മേജറായിട്ടൊരു മിസ്റ്റേക്ക് ചെയ്തു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഈ എക്സാം തോറ്റു, ഇനി എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ ഇൻസ്ട്രക്ടറിനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻസ്ട്രക്ടറിനെ എനിക്ക് കിട്ടിയില്ല. അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് പഠിക്കാനായിട്ട് എനിക്ക് ഒരു ഇൻസ്ട്രക്ടർ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. പിന്നെ അവർ പറഞ്ഞ റൂട്ടിലൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ടെസ്റ്റിന് വന്നത് മറ്റൊരു റൂട്ടായിരുന്നു. ഞാനിതുവരെ പോവാത്ത മറ്റൊരു റൂട്ടിൽ കൂടെയായിരുന്നു എനിക്ക് ടെസ്റ്റ് വന്നത്. പിന്നെ ആദ്യം തന്നെ തെറ്റിയത് കാരണം എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും തോറ്റുല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. ഏകദേശം 40 മിനിറ്റ് ഡ്രൈവിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അവരുടെ ഓഫീസിൽ വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തോറ്റു, ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിന് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവരെന്നോട് എൻ്റെ പ്രൊഫഷണൽ ലൈസൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു എനിക്ക് ഇനി ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അപ്പോഴാണ് പറഞ്ഞത് നീ ഇപ്പോൾ ടെസ്റ്റ് പാസ്സായി മുന്നോട്ട് പൊക്കോ, യാതൊരു കുഴപ്പമില്ല, എൻ്റെ ഇൻഷുറൻസ് ഏജൻസിനൊക്കെ അറിയിച്ചോ, നിനക്ക് ഇനി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് വലിയൊരു അത്ഭുതമായിരുന്നു അവിടെ നിന്നിരുന്നത്. ഞാൻ തോറ്റു എന്ന് ഉറപ്പിച്ച സമയത്ത് ശരിക്കും കൃപാസന മാതാവ് ആ നിമിഷത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലീവിന് വരുന്നതിന് മുമ്പ് എനിക്ക് ആ ലൈസൻസ് കിട്ടില്ലായിരുന്നു. ഇനി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനി തിരിച്ചു പോകുമ്പോഴത്തേനും എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് എനിക്ക് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ അതുപോലെ തന്നെ മമ്മിയുടെ മറ്റൊരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റൊരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നത്, മമ്മിയുടെ ഫസ്റ്റ് കസിൻ്റെ വൈഫിന് ഡെലിവറി ആയി. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കൊച്ചിന് ഫിക്സ് വന്നു. അപ്പോൾ തന്നെ തൃശ്ശൂരുള്ള മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവന്നു, ICUവിൽ പ്രവേശിച്ചു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം ഒരുപാട് നാളുകൾ കാത്തിരുന്നാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് അവർക്ക്. മമ്മി അപ്പോൾ തന്നെ രാവിലെ കൃപാസനത്തിൽ നിന്ന് ഇവിടുന്ന് ലഭിച്ച തൈലം കൊണ്ട് ആശുപത്രിയിലേക്ക് ചെന്നു. നഴ്സുമാരുടെ സഹായത്തോടെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൽ അവർ തൈലം പൂശി പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ നല്ല ആരോഗ്യത്തോടെ നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങൾ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ പെങ്ങളുടെ പപ്പയുടെ അനിയത്തിയുടെ മകളാണ്. അവളുടെ കല്യാണത്തിന് വേണ്ടി മമ്മി പ്രത്യേകം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മമ്മി പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അവളുടെ കല്യാണം നടക്കുകയും സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടെങ്കിലും കൃത്യമായിട്ട് ആ അനുഗ്രഹങ്ങൾ കൃത്യമായിട്ട് അവളുടെ കല്യാണം നടന്നു. അങ്ങനെ
മമ്മിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ്. മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നടന്നിരുന്നു. മമ്മി സ്ഥിരം അനാഥാലയങ്ങളൊക്കെ സഞ്ചരിക്കുകയായിരുന്നു. മമ്മി വ്യാപാരി വ്യവസായിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ഷോപ്പുകളിലും കടകളിലുമെല്ലാം മമ്മി കൃപാസന പത്രം കൊണ്ടു കൊടുക്കുമായിരുന്നു. അതുപോലെ അവിടുത്തെ സാമ്പത്തികമായിട്ട് ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് മമ്മി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിച്ചു. ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. 1000 നന്ദി കൃപാസന മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും. യേശുവെ നന്ദി, യേശുവെ ആരാധന. അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ രൂപയും മകൻ്റെ ജീവിതത്തിലും വളരെ ശക്തമായിട്ട് അവനത് മനസ്സിലാക്കുവാനായിട്ടും അവനെ സ്വാധീനിക്കുവാനായിട്ടും സ്പർശിക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ മാതാപിതാക്കളും മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് മക്കൾക്ക് വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ കൈത്തിരിവട്ടം അവർക്ക് തെളിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചറിയുക, മക്കളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതാവസ്ഥകളിൽ അവർക്ക് ഈ ദൈവികമായിട്ടുള്ള സാന്നിധ്യം വലിയ പ്രകാശമായിട്ട് മാറുകയും അവരുടെ ജീവിതത്തിൽ അവർക്ക് വഴി നടക്കുവാനായിട്ട് ദൈവം തന്നെ കൂട്ടുപോകുന്ന അനുഭവത്തിലേക്ക് ഈ മക്കൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചു എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആത്മീയമായിട്ട് ഈ കുടുംബത്തിന് വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം.